ക്രൈസ്തവ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഈ യൂട്യൂബിൽ കൂടെ കടന്നു വന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്തുകളെ തെളിയിക്കുവാൻ, ചൂണ്ടിക്കാണിക്കുവാൻ ഈ പൂപ്പരപ്പിൽ അടിയൻ്റെ ജീവിതത്തിലും ഒരുക്കിത്തന്ന വിലയേറിയ മകൾ ഭാഗ്യത്തെ ഓർത്ത് അടിയൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വീഡിയോയിൽ കൂടെ അടിയനെ ശ്രവിക്കുന്ന ജാതി മത സംഘടനാ വ്യത്യാസമെന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കട്ടെ. ഇന്നത്തെ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. എങ്കിലും പലരും ഒരു വീഡിയോ ഇടണമേ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഈ വീഡിയോ എന്താണെന്നും എന്തിനു വേണ്ടിയാണ് ഇടുന്നതെന്നും ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ദൈവവചനത്തിലില്ലാത്ത ശുശ്രൂഷകൾ സഹോദരിമാർ ചെയ്യുന്നത് കൊണ്ട് അനേകർ വിളിച്ച് പല ഭാഗങ്ങളിൽ നിന്ന്, ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന് വിളിച്ചു പറയുവാൻ ഇടയായതുകൊണ്ട് തിരുവെഴുത്തുകളെ ഒന്ന് ചൂണ്ടിക്കാണിച്ചു തരുവാൻ താല്പര്യപ്പെടുന്നു. വലിയ കുറിവാക്യങ്ങളൊന്നും ഞാൻ വായിക്കുന്നില്ല, എങ്കിലും വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഒന്ന് ഓടിച്ച് ചൂണ്ടിക്കാണിച്ച് പ്രാർത്ഥിക്കുവാനായി സമയം വേർതിരിക്കുന്നു. ദൈവവചനത്തിലില്ലാത്ത ശുശ്രൂഷകൾ ചെയ്ത്, വ്യാജ ശുശ്രൂഷകൾ ചെയ്ത് ശാപങ്ങൾ വാങ്ങിച്ചു വയ്ക്കാതെ ദൈവം തരുന്ന ശുശ്രൂഷ വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ, വേർപാടോടെ നിന്ന് ചെയ്താൽ അനുഗ്രഹമായിരിക്കും, നന്മയായിരിക്കും, വിടുതലായിരിക്കും. അതുകൊണ്ട് മുഖവരകളൊന്നും പറയാതെ ഞാൻ എൻ്റെ ചിന്താവിഷയത്തിലേക്ക് വരട്ടെ. സ്ത്രീകൾക്ക് സ്നാനപ്പെടുത്തുവാനോ കർത്തൃമേശ കൊടുക്കുവാനോ വ്യവസ്ഥയുണ്ടോ എന്നാണ് പലരും ചോദിച്ചിരിക്കുന്നത്. എന്നാൽ എന്നേക്കാൾ വചന പാണ്ഡിത്യമുള്ള ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ ഇതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കൊടുക്കത്തില്ല. അതുകൊണ്ടാണ് പിന്നെ ആൾക്കാർ ഇതിനെക്കുറിച്ച് സംശയമായിട്ട് വിളിച്ച് ചോദിക്കുന്നത്. ജനം വഴിതെറ്റിപ്പോകരുത്. അതുകൊണ്ടാണ് ദൈവവചനം വിട്ട് ദൈവജനം വഴിതെറ്റി പോകുന്നത് കൊണ്ടാണ് വീണ്ടും ഒരു ചെറിയൊരു ചിന്ത ദൈവവചന അടിസ്ഥാനത്തിൽ സഹോദരിമാർക്ക് എന്താണുള്ള ശുശ്രൂഷ എന്നുള്ളത് തിരുവെഴുത്തിൻ പ്രകാരം ഒന്ന് തെളിയിച്ചു തന്ന് പ്രാർത്ഥിക്കുവാനായി താല്പര്യപ്പെടുന്നു. നിങ്ങൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള വചനങ്ങൾ വായിച്ചു നോക്കിക്കോ. 66 പുസ്തകത്തിനകത്ത് 1189 അധ്യായങ്ങളിൽ 31,173 വാക്യങ്ങളിൽ നിന്നുകൊണ്ട് പറഞ്ഞാൽ, നമ്മുടെ ഭാഷയെ തിരുവെഴുത്തുകൾ എന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഭാഷ പഴയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ ഒരു സ്ത്രീയും സ്നാനപ്പെടുത്തിയതായിട്ട് ദൈവവചനത്തിലില്ല. ഒരൊറ്റ വ്യക്തികൾ പോലും അവരവരെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ അവരവർ ചെയ്തു എന്നുള്ളത് തിരുവെഴുത്തുകൾ തെളിയിക്കുന്നു. മിരിയാമിനെ ഏൽപ്പിച്ച ദൗത്യം മിരിയാം ചെയ്തു. മിരിയാം പ്രവാചകയായിരുന്നു എന്ന് പുറപ്പാട് 15:20 നമ്മൾ വായിക്കുന്നുണ്ട്.
ലപ്പിദോത്തിൻ്റെ ഭാര്യ ദബോര ന്യായപാലനം ചെയ്തു എന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം 4:4 പറയുന്നുണ്ട്. മിരിയാമിനെ കുറിച്ച് പുറപ്പാട് 15:20 പറയുന്നു. കുൽദ പ്രവാചകയെ കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ അവരവരെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ അവരവർ ചെയ്തു. പക്ഷേ പഴയ നിയമം, നമ്മൾ പറയുന്ന പഴയ നിയമം 39 പുസ്തകങ്ങൾ വായിച്ചാൽ ഒരൊറ്റ സ്ത്രീകളും സ്നാനപ്പെടുത്തിയിട്ടില്ല. പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം 35-ാം അധ്യായം നിങ്ങൾ ഫുള്ള് പഠിച്ചാലും കുഴപ്പമില്ല. എങ്കിലും ഞാൻ പറയാം, അവിടെ സമാഗമന കൂടാരത്തിൽ അനുയോജ്യമായ വേലകൾ അവരവരെ കൊണ്ട് പ്രാപ്തിക്കനുസരിച്ചുള്ള ശുശ്രൂഷകൾ അവർ ചെയ്തു പോന്നു എന്ന് തിരുവെഴുത്തിൽ കാണുന്നുണ്ട്. 35-25 മുതലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെയും ഒന്നും കാണുന്നില്ല. തിരുവെഴുത്തുകളിലെ വിവിധ മേഖലകളിൽ സഹോദരിമാരെ കുറിച്ച്, വിവിധ തര ശുശ്രൂഷകളെക്കുറിച്ച് കാണുന്നുണ്ട്. ഒരു 15 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ചെന്നൈയിൽ പോകുമ്പോൾ ആ സഹോദരി ഇത് കേൾക്കുന്നുണ്ടായിരിക്കാം. പേരെടുത്ത് പറയുന്നതിന് എനിക്ക് ഭയപ്പാടുണ്ടായിട്ടല്ല, ഞാൻ ആരെ പരസ്യമായിട്ട് അപമാനിക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട്. പരസ്യമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പത്രോസിനെ ശാസിച്ചതായിട്ട് ഗലാത്യർ 2-ാം അധ്യായത്തിൽ ഉണ്ട്. എങ്കിലും അങ്ങനെ ഒരു വ്യക്തി 15 വർഷങ്ങൾക്ക് മുൻപ് ഡൽഹിയിലുള്ള ഒരു ദൈവദാസൻ എന്ന് പറയുന്ന ഒരു വ്യക്തി സഹോദരിമാർക്ക് സ്നാനപ്പെടുത്തുവാനും കർത്തൃമേശ കൊടുക്കുവാനും ഓർഡിനേഷൻ കൊടുത്തു. പക്ഷേ അവരനുഭവിച്ച കട്ടവും വേദനയും പിന്നത്തേതിൽ വന്നത്, അവരനുഭവിച്ച കട്ടവും വേദനയും പിന്നത്തേതിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. രോഗം വന്നതുകൊണ്ടല്ല. ആ സഹോദരി ഇത് കേൾക്കുന്നുണ്ട്. അപ്പോൾ 15 വർഷങ്ങൾക്ക് മുൻപേ സ്ത്രീകൾ സ്നാനപ്പെടുത്തി തുടങ്ങി. നമ്മുടെ അത് കഴിഞ്ഞിട്ട് ഈയിടെയുള്ള യൂട്യൂബിലെല്ലാം നിറഞ്ഞു നിന്നത് ബാംഗ്ലൂര് ഒരു സഹോദരി പുരുഷനെ സ്നാനപ്പെടുത്തുകയാണ്. കേരളത്തിലും പേരുകെട്ട കൺവെൻഷൻ മെസ്സേജ് പറയുന്ന ഒരു സഹോദരി എനിക്കറിയാം. ഞാൻ ബഹറിലായിരിക്കുമ്പോൾ അവർ വന്ന് പറഞ്ഞതാ, ഇന്നാരുടെ കൈക്കീഴിലാണ്, ഇന്ന സഹോദരിയുടെ കൈക്കീഴിലാണ് ഞങ്ങൾ സ്നാനമേറ്റിട്ട് വന്നിരിക്കുന്നതെന്ന്. അപ്പൊ ഇങ്ങനെ പല വ്യക്തികളെ എനിക്കറിയാം. ഇവർക്കൊക്കെ ഏത് വചന അടിസ്ഥാനത്തിലാണ് ഇവര് ഈ സഹോദരിമാരായിട്ട് സ്നാനപ്പെടുത്താൻ ഇവർക്ക് ആരാ അധികാരം കൊടുത്തത്? ഏത് വചന അടിസ്ഥാനത്തിലാണ് ഇവർ സ്നാനപ്പെടുത്തുന്നത്? ഏത് വചന അടിസ്ഥാനത്തിലാണ് ഇവർ സ്നാനപ്പെടുത്തുന്നത്? അത് ഇനിയെങ്കിലും വെച്ച് നിർത്തിക്കൊള്ളണം. ആവശ്യമില്ലാത്ത പരിപാടി. കേരളത്തിലും ഉണ്ട്, തമിഴ്നാട്ടിലും ഉണ്ട്, ഉണ്ടായിരുന്നു. ഇപ്പം ബാംഗ്ലൂരും ഉണ്ട്. എല്ലായിടത്തും നിരത്തി പിടിച്ചപ്പോൾ സഹോദരിമാര് സ്നാനപ്പെടുത്തുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ബൈബിള് പഠിച്ച് ധ്യാനിച്ച് മനസ്സിലാക്കിയ വ്യക്തി ജീവിതങ്ങൾക്ക് ഏത് വചന അടിസ്ഥാനത്തിൽ ഒരു വാക്യം തന്നാട്ട് സഹോദരിമാരെ സ്നാനപ്പെടുത്തിയതായിട്ട്? അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി പഠിച്ച സഭയുടെ ആരംഭം അവിടെയല്ലേ പറയുന്നത്? 28 അധ്യായമുണ്ട്. 28 അധ്യായങ്ങളിൽ ഒരു വ്യക്തിയെങ്കിലും സ്നാനപ്പെടുത്തിയതായിട്ട് കാണുന്നുണ്ടോ? സഹോദരിമാർ ആരെങ്കിലും സ്നാനപ്പെടുത്തിയതായിട്ട് കാണുന്നുണ്ടോ? ഇനി അവരോട് അപ്പോസ്തലന്മാർ പറഞ്ഞതായിട്ട് കാണുന്നുണ്ടോ? ഇനി ഒരു സുവിശേഷത്തെ 4 പേരെഴുതി, 4 സുവിശേഷങ്ങളെന്നാ പ്രസംഗിക്കുന്നത്. 4 സുവിശേഷങ്ങളില്ല, ഒരു സുവിശേഷം. തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 2:8 പറയുന്നു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു.
ഇതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. ഒരു സുവിശേഷമാകുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 പേര് എഴുതി എന്നുള്ളതേ ഉള്ളൂ. അവർക്ക് കിട്ടിയ വെളിപ്പാടനുസരിച്ച് എഴുതി. എവിടെയാണ് അവർക്ക് കിട്ടിയ വെളിപ്പാട്? എസ്കേൽ 1:10 പഠിക്കുമ്പോൾ 4 മുഖത്തെക്കുറിച്ച് കാണുന്നു. 1 മത്തായി രാജാവായിട്ട് എഴുതി, മർക്കോസ് ദാസനായിട്ട് എഴുതി, ലൂക്കോസ് മനുഷ്യനായിട്ട് എഴുതി, യോഹന്നാൻ അപ്പോസ്തലൻ ദൈവമായിട്ട് എഴുതി. യോഹന്നാന്റെ സുവിശേഷം 1:1. അപ്പോ ഇവർക്ക് കിട്ടിയ വെളിപ്പാട് എസ്കേൽ 1:10 4 മുഖങ്ങളെ കുറിച്ച് കാണുന്നു. ഇപ്പൊ രാജാവ്, ദാസൻ, മനുഷ്യൻ, ദൈവം, ഇവ ഈ 4 വ്യക്തികൾ എഴുതിയിട്ടും സ്ത്രീകൾ ഒരു വ്യക്തിയെ പോലെ സ്നാനപ്പെടുത്തിയതായിട്ട് ദൈവവചനത്തിലില്ല. ഞാൻ തിരുവെഴുത്തുകളെ ധ്യാനിച്ചപ്പോൾ ഇല്ല. ഇനി നിങ്ങളുടെയൊക്കെ തിരുവെഴുത്തുകൾ പുറകോട്ട് നോക്കിയാൽ 39 അധ്യായങ്ങൾ പുറകോട്ട് നോക്കിയാൽ ഒരു വ്യക്തികൾ സ്നാനപ്പെടുത്തിയതായിട്ട് കാണുന്നില്ല, പെടുത്താനും പറഞ്ഞിട്ടില്ല. ഓരോരുത്തരെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ അവരവർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ബൈബിളിൽ 2 കാർമ്മിക ശുശ്രൂഷയിൽ പ്രധാനപ്പെട്ട 2 കാര്യമെന്ന് പറഞ്ഞാൽ 1 വിശ്വാസ സ്നാനം, 2 കർത്തൃമേശ. ഇത് സ്ത്രീകൾക്ക് കൊടുക്കാൻ ആരാ അധികാരം കൊടുത്ത്? ഏത് പാസ്റ്റർ അധികാരം കൊടുത്ത്? നമ്മൾ പട്ടത്തെ സഭകളെ, നമ്മൾ കത്തോലിക്ക, യാക്കോബ്, CSI, മർത്തോമ ഇവരെയൊക്കെ കുറ്റം പറയുന്നല്ലോ. അവരാരെങ്കിലും സഹോദരിമാരെ പിടിച്ച് സ്നാനപ്പെടുത്തുന്നുണ്ടോ, മുക്കുന്നുണ്ടോ? അവരാരെങ്കിലും മാമോദീസ മുക്കുന്നുണ്ടോ? കുഞ്ഞുങ്ങളെ അവർ മാമോദീസ മുക്കുന്നേ? അവരാരെങ്കിലും മുക്കുന്നുണ്ടോ? പട്ടത്തെ സഭകളോ പോലും ചെയ്യാത്ത കാര്യങ്ങളാ ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊക്കെ പ്രാരംഭത്തിലെ ഒരു വാക്യം നിങ്ങൾ വായിച്ചോണ്ട. നിങ്ങൾ തിമത്യോസിന് എഴുതിയ 1-ാം ലേഖനം 5:1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു വേണം. വായാടികളും അഹങ്കാരികളും എന്നൊക്കെ കുറെ പദം അവിടെ കിടപ്പുണ്ട്. സഹോദരന്മാരെ പിടിച്ച് സ്നാനപ്പെടുത്തുന്നത്, കർത്തൃമേശ കൊടുക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം എടുത്ത് വായിക്കേ. അപ്പോൾ ഒരു സുവിശേഷത്തെ 4 പേരെഴുതി, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എഴുതിയിട്ട് അതിനകത്തില്ല. അപ്പോസ്തലന്മാരുടെ പ്രവർത്തികളിൽ 28 അധ്യായമുണ്ട്. ഞാൻ വായിച്ചു നോക്കിയപ്പോൾ അതിനകത്തില്ല. അപ്പോസ്തലന്മാരോട്ട് പറഞ്ഞിട്ടില്ല, അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടില്ല. പ്രാർത്ഥനാ സംഗമത്തിൽ, 1-ാമത്തെ പ്രാർത്ഥനാ സംഗമത്തിൽ യേശുക്രിസ്തുവിൻ്റെ അമ്മ മറിയ ഉണ്ടായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 1:14, 12 മുതൽ 15 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ 120 പേർ കൂടിയിരുന്ന കൂട്ടത്തിൽ യേശുക്രിസ്തുവിൻ്റെ അമ്മ മറിയ ഉണ്ടായിരുന്നു. അവരാരെ സ്നാനപ്പെടുത്തിയിട്ടില്ല, ശിഷ്യന്മാർ അവരോട് പറഞ്ഞിട്ടില്ല, ദൈവവചനം അവര് മുഖ്യതായിട്ട് പറയുന്നില്ല. പിന്നെ ഇവർക്കൊക്കെ ആരാ അധികാരം കൊടുത്ത്? ആദിമ നൂറ്റാണ്ടിൽ ഇതൊക്കെ ഉണ്ടായിരുന്നോ? ഇതെപ്പോഴാണ് ഈ ലേഡീസ് മീറ്റിംഗ് തുടങ്ങിയത്? ഇനി ലേഡീസ് മീറ്റിംഗ് ചെയ്യട്ടെ, പ്രാർത്ഥിക്കട്ടെ, അവരെല്ലാം കൂടിയിരുന്ന് പ്രാർത്ഥിക്കട്ടെ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ലേഡീസ് മീറ്റിംഗ് എന്നൊരു പറഞ്ഞൊരു മീറ്റിംഗ് ഇല്ല, ബൈബിളിൽ ഞാൻ കാണുന്നില്ല. ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് തെളിയിച്ചു തരണം. ഞാൻ 3-4 കാര്യം ഞാൻ സമ്മതിക്കത്തില്ല. 1, എൻ്റെ തിരുവചന ധ്യാനം അനുസരിച്ച് ഞാൻ സമ്മതിക്കത്തില്ല. 1, സ്നാനപ്പെടുത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. 2, കർത്തൃമേശ കൊടുക്കാൻ സമ്മതിക്കത്തില്ല. 3, പുരുഷന്റെ തല കൈവയ്ക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. തലയിൽ തുണിയിടാതെ പ്രവചിക്കാനോ പ്രാർത്ഥിക്കാനോ സമ്മതിക്കത്തില്ല.
സ്റ്റേജിലും കയറ്റത്തില്ല, സ്റ്റേജിലും കയറ്റത്തില്ല. താഴെ നിന്ന് പ്രസംഗിച്ചാൽ മതി. പ്രസംഗിച്ചോ, പ്രവചിച്ചോ, പ്രാർത്ഥിച്ചോ, പാടിക്കോ, താഴെ നിന്നാൽ മതി. സ്റ്റേജെ കയറ്റിയിരുത്തണമെന്ന് എത്ര നിർബന്ധം എന്തുവാ? കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 11 അധ്യായം പഠിച്ചാൽ മതി, ധ്യാനിച്ചാൽ മതി. സാവകാശം ഇരുന്ന് വചനം ധ്യാനിച്ചോ. തിമത്യോസിന് എഴുതിയ 1 ലേഖനം 5 മുതൽ 16 വരെയുള്ള വാക്യം ധ്യാനിച്ചോ, കുഴപ്പമില്ല. നല്ലതുപോലെ ഞാൻ തരുന്ന ദൈവവചനം ധ്യാനിച്ചിട്ട് വേണം കമന്റ് ഇടാനും അതും ഇതൊക്കെ വിളിച്ചു പറയാനും. എല്ലാവരും പറയുന്നത് റോമർ 16:1 ക്രയ സഭ ശുശ്രൂഷക്കാർത്തിയ പേപേന്ന. അതെന്താണെന്ന് താഴോട്ട് വായിക്കേ, മൂന്ന് വാക്യം വരെ താഴോട്ട് വായിര്. 16:1 മുതൽ 1, 2, 3 വാക്യം വായിച്ചു നോക്കിക്കേ. സഹായപരമാണ് അവിടെ ചെയ്തിരിക്കുന്നത്. തമിഴ് ട്രാൻസ്ലേഷനിലേക്ക് വരുമ്പോൾ ദാസിമാരെ പറയുന്നത് ഊഴിയക്കാരുത്തി എന്ന, തമിഴ് ട്രാൻസ്ലേഷന് ഊഴിയക്കാരുത്തി എന്നാ കിടക്കുന്നത്. ക്രയ സഭ ഊഴിയക്കാരുത്തി എന്നാ കിടക്കുന്നത്, ശുശ്രൂഷക്കാരുത്തി എന്ന് തന്നെയാണ് കിടക്കുന്നത്. പക്ഷേ ദാസി എന്നാണ്. ദാസിക്ക് പറയുന്നത് ദാസിമാരുടെ മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് യോവേൽ പ്രവചനം 2:28-29 വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഊഴിയക്കാരുത്തിയുടെ മേലും പകരുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇനി അപ്പോൾ ലേഖനങ്ങളിൽ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിലില്ല. ഒരു സുവിശേഷത്തെ 4 പേരെഴുതി, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എഴുതി, അതിനകത്തില്ല. സ്നാനപ്പെടുത്താൻ വാചനമില്ല. ടോട്ടലി 21 ലേഖനങ്ങളുണ്ട്. 21 ലേഖനങ്ങളിൽ 14 ലേഖനം, ഈടുറ്റ 14 ലേഖനം അപ്പോസ്തലനായ പൗലോസ് എഴുതി. അതിനകത്ത് സ്നാനപ്പെടുത്താൻ ആരെയും അനുവദിച്ചിട്ടില്ല. തനിക്ക് വേണ്ടി ജീവനെപ്പോലും പണയം വെച്ച് അക്കില്ലാവും പ്രിസ്കില്ലയും എന്ന് പറഞ്ഞ സഹോദര ദൈവദാസനും ദാസിയും, അവർക്ക് സഭയുണ്ടായിരുന്നു. അവർക്ക് സഭയുണ്ടായിരുന്നു. എന്നിട്ട് പോലും പൗലോസ് അപ്പോസ്തലന് വേണ്ടി ജീവനെപ്പോലും എന്ന് പറഞ്ഞ അവിടെ എഴുതിയിരിക്കുന്ന പദം കഴുത്തുപോലും വച്ചു കൊടുക്കുവാൻ അവർ തയ്യാറായെന്ന. അത്രത്തോളം ചെയ്ത അക്കില്ലാവും പ്രിസ്കില്ലയും. അക്കില്ലാവിന്റെ കാര്യം ഞാൻ വിടുന്നു. പ്രിസ്കില്ല സ്നാനപ്പെടുത്തിയതായിട്ട് ബൈബിളിലില്ല. 14 ലേഖനങ്ങൾ, ഈടുറ്റ 14 ലേഖനം എഴുതിയ അപ്പോസ്തലനായ പൗലോസ് സഹോദരിമാരെ സ്നാനപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടില്ല. പത്രോസ് അപ്പോസ്തലൻ ലേഖനം 2 എഴുതി, അതിനകത്ത് പറഞ്ഞിട്ടില്ല. യാക്കോബ് അപ്പോസ്തലൻ എഴുതി, അതിനകത്ത് പറഞ്ഞിട്ടില്ല. യോഹന്നാൻ എഴുതിയ 1 ലേഖനം, 2 ലേഖനം, 3 ലേഖനം, അതിനകത്ത് പറഞ്ഞിട്ടില്ല. യൂദായുടെ ലേഖനത്തെ പറഞ്ഞിട്ടില്ല. ഇനി വെളിപ്പാടിലും പറഞ്ഞിട്ടില്ല. വെളിപ്പാട് 22 അധ്യായത്തിലും പറഞ്ഞിട്ടില്ല. കാരണം ഇതൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞിട്ടായിരിക്കണം. വെളിപ്പാട് പുസ്തകം 22, 18, 19 പറയുന്നത്, വചനത്തിൽ നിന്ന് ആരെങ്കിലും കൂട്ടിയാൽ ഇതിനകത്ത് ബൈബിളിൽ വചനത്തിൽ എഴുതിയിരിക്കുന്ന സകല ബാധകളും അവന് വരുത്തുമെന്ന. വല്ലതും നീക്കിക്കളഞ്ഞാൽ ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലുമുള്ള അംശം നീക്കിക്കളയുമെന്ന. അപ്പോ 22-ന്റെ 10, 11, 12, 13 വാക്യം വായിക്കുമ്പോൾ, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ,
വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം കൊടുപ്പാൻ എൻ്റെ പക്കലുണ്ട്. ഞാൻ അൽഫയും ഒമേഗയും, ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവും ഇല്ലാത്തവനാകുന്നു. ആ കർത്താവ് പറയുക, ഇവർ അനീതി ചെയ്യും, ഇവരനീതി ചെയ്യും. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ, തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ 17 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഇരുന്ന് വായിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല. അവിടെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതും ഇരുന്ന് വായിച്ചു നോക്കിക്കാട്ട്. ദൈവകൃപയില്ലാത്തവൻ വല്ലതും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത ശുശ്രൂഷയ്ക്കൊന്നും ഇറങ്ങിത്തിരിക്കല്ലേ. ആവശ്യമില്ലാത്ത ശുശ്രൂഷയ്ക്ക് ഇറങ്ങിത്തിരിക്കല്ലേ. ദൈവവചന അടിസ്ഥാനത്തിൽ ഉണ്ടെങ്കിൽ തെളിയിച്ചതാ. 15 വർഷത്തിന് മുൻപ് ചെന്നൈയിൽ ഡൽഹി സഹോദരിമാർക്ക് ഓർഡിനേഷൻ കൊടുത്ത് സ്നാനപ്പെടുത്തിയത് എനിക്കറിയാം. ആ വ്യക്തിയോട് ചോദിച്ചപ്പോൾ ആ വ്യക്തി പറഞ്ഞ ഒരു കാര്യം കേൾക്കണോ? ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞതാണ്, ഗലാത്യർ 3:28 വാക്യം എടുത്ത് വ്യാഖ്യാനിച്ചത് ദുരാത്മാവാണെന്നാണ് എനിക്ക് തോന്നുന്നത് അയാളിൽ ഇരിക്കുന്നത്. ക്രിസ്തുവിൽ ആണെന്നും പെണ്ണെന്നും ഇല്ല എന്ന്, ഞങ്ങളെ എല്ലാം ഒന്നാന്ന്. എനിക്ക് അയാളോട് തക്ക മറുപടി കൊടുക്കാൻ അറിയാമായിരുന്നു, പക്ഷെ ഞാൻ മിണ്ടിയില്ല. ക്രിസ്തുവിൽ ആണെന്നും പെണ്ണെന്നില്ലെന്നാ. എന്നാൽ ഞാൻ പറയട്ടെ, ക്രിസ്തുവിൽ ആണെന്നും പെണ്ണെന്നും ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം ഉണ്ട്. അത് ഇവിടുത്തെ പ്രവചനമല്ല. ഇത് ഇവിടുത്തെ പ്രവചനമല്ല അവിടെ കിടക്കുന്നത്. ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം ആണെന്നും പെണ്ണെന്നും ഉണ്ട്. ഇത് ജാതി മത സംഘടന വ്യത്യാസമെന്ന് എല്ലാവരും കേൾക്കുന്നത് കൊണ്ട് ഞാനതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല, ചൂണ്ടിക്കാണിച്ചു തരാം. ഇതെല്ലാം ചെയ്തിട്ട് എന്താ? സഭാപ്രസംഗി 8:11 പറയുന്നു, ദുഷ്പ്രവർത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായിക കൊണ്ട് മനുഷ്യൻ ദോഷം ചെയ്യുവാൻ താല്പര്യപ്പെടുകയാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. അല്ലെങ്കിൽ 1-2 മുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങ് തട്ടിപ്പോയിരുന്നെങ്കിലോ? അനന്യാസിനെ സബീറിനെ പോലെ ന്യായവിധിയുടെ ദൂതും നടത്തിക്കൊണ്ടാണ് പരിശുദ്ധാത്മാവ് ശുശ്രൂഷ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി 5-ാം അധ്യായത്തിൽ ആരംഭിക്കുന്നത്. ദൈവവചനത്തിൽ ഇല്ലാത്ത ശുശ്രൂഷയായ ചെയ്യുമ്പോൾ, ആ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 1-2 തട്ടിപ്പോയിരുന്നെങ്കിലോ? കർത്താവ് പറയുക, നിൽക്കട്ടെ, 1 വർഷം കൂടെ നിൽക്കട്ടെ, 1 വർഷം കൂടെ നിൽക്കട്ടെ, ഫലം കായ്ച്ചില്ലെങ്കിൽ വെട്ടിക്കളയാമെന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി മധ്യസ്ഥത അണച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടല്ലേ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 2:5 പറയുന്നു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, തന്നെത്താൻ മറുവിലയായി കൊടുത്ത കർത്താവായ യേശു ക്രിസ്തു തന്നെ. ബൈബിളിലും ഈ പറഞ്ഞ തിരുവെഴുത്തുകളിൽ 66 പുസ്തകങ്ങളിൽ ഇല്ലാത്ത ഒരു ശുശ്രൂഷ. നിങ്ങൾക്ക് ആരാണ് ഇത് ചെയ്യാൻ തന്നത്? അനുവദിച്ചു തരുന്നത് ആര്? ആരാണ് നിങ്ങൾക്ക് അനുവദിച്ചു തരുന്നത്? എനിക്കിപ്പോൾ 3 പേരെ വ്യക്തമായിട്ട് എനിക്കറിയാം. കേരളത്തിലെ സ്നാനപ്പെടുത്തിയ സഹോദരി എനിക്കറിയാം. ചെന്നൈയിൽ സ്നാനപ്പെടുത്താൻ അനുവാദം കൊടുത്തവരെ അറിയാം. ബാംഗ്ലൂരു എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം നല്ലതുപോലെ മനസ്സിലാക്കിക്കൊണ്ടും, ശാപം വാങ്ങിച്ചു വയ്ക്കല്ലേ. ഗലാത്യർ 1:8-9 വചനപ്രകാരം ഞങ്ങളാകട്ടെ സ്വർഗത്തിലെ ദൂതന്മാരാകട്ടെ
ഞങ്ങൾ പ്രസംഗിച്ച ഈ സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിക്കുകയോ ചെയ്യുകയോ ചെയ്താൽ എന്നല്ലേ എൻ്റെ അർത്ഥം, ശപിക്കപ്പെട്ടവനെന്ന്. പാരമ്പര്യ ശാപം കർത്താവായ യേശു ക്രിസ്തു കാൽവരി ശിലുവയിൽ ക്രൂശ് ചുമന്നത് മൂലം മാറി. ഗലാത്യർ 3:13 മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. പക്ഷെ ചെയ്യുന്ന കർമ്മപ്രവർത്തികളിലുള്ള ശാപമോ ആര് മാറ്റും? അത് തലമുറയായി നിൽക്കത്തില്ലേ? തിരുവെഴുത്തുകൾ എന്താ പറയുന്നത് അത് മാത്രം പഠിച്ചാൽ പോരെ നിങ്ങൾ? തിരുവെഴുത്തുകൾ എന്താ പറയുന്നത്? കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 11:3 പറയുന്നു. 1 മുതൽ 3 വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചോ ഇരുന്ന്? എല്ലാം കൂടെ പറയാനുള്ള സമയമില്ല. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളെ ഈ ചതിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയോട് പറയുക. അത് കൊരിന്ത്യ സഭയ്ക്കുള്ള ദൂതല്ലേ പക്ഷേ ഞങ്ങൾക്കുള്ളതല്ലെന്ന് പറയരുത്. നമുക്ക് കൂടെ ഉള്ള ദൂത് തന്നെയാ. ഒത്തിരി വാക്യങ്ങൾ എല്ലാം അറിഞ്ഞിട്ട് മിരിയാമിനെ പോലെ ഉന്നത പദവി കാക്ഷിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കുക. ഇറങ്ങി അങ്ങ് തിരിച്ചോളുക. ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. എന്നേക്കാൾ അറിവുള്ള, പാണ്ഡിത്യമുള്ള, വചന പരിജ്ഞാനമുള്ള ദൈവദാസന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളതാ. ഞാൻ അവരെടുത്തതൊന്നും അല്ല ഈ പറയുന്നത്. ഇതൊരു ചതിവാണിത്. സ്ത്രീകൾക്കുള്ള ശുശ്രൂഷ എന്താണെന്ന് ഉൽപ്പത്തി പുസ്തകത്തിലെ പറയുന്നുണ്ട്. 3:16 പറയുന്നുണ്ട്. എടുത്തു വെച്ച് വായിച്ചോണ്ട് ഞാൻ വചനങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാം. അത് മാത്രമേ പറയുന്നുള്ളൂ. ഉൽപ്പത്തി 3:16, 17 എടുത്തു വെച്ച് വായിച്ചാൽ 15, 16, 17 വായിച്ചാൽ മതി. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഇരുന്ന് വായിക്കണം. എന്നാൽ ഏത് പുരുഷന്റെയും തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല പുരുഷൻ. ഏത് പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ദൈവത്തിന്റെ തല ക്രിസ്തുവിന്റെ തല ദൈവം. പുരുഷൻ ദൈവത്തിന്റെ പ്രതിമയും തേജസ്സുമാണ്. 11-ാം അധ്യായം വായിച്ചോ? സ്ത്രീയെ കൂടാതെ പുരുഷനുമില്ല, പുരുഷനെ കൂടാതെ സ്ത്രീയും ഇല്ലാതൊക്കെ ഉണ്ട്. പക്ഷേ സ്ത്രീയിൽ നിന്നല്ല ആദ്യം പുരുഷൻ ജനിക്കുന്നത്, പുരുഷനിൽ നിന്ന് സ്ത്രീ ജനിക്കുന്നു. അങ്ങനെയാണ് തിരുവെഴുത്തിൽ കാണുന്നത്. പൗലോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് ശക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇരുന്ന് വായിച്ചു നോക്ക്. കൊരിന്ത്യർക്കെഴുതിയ 34-35 വായിച്ചു നോക്ക്. നമ്മൾ ബ്രദറൻകാര് പറയും, അവര് ക്ലിയർ ആയിട്ട് അവിടെ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വിശുദ്ധന്മാരുടെ സർവ്വസഭകളിൽ എന്ന പോലെ സ്ത്രീകൾ സഭാ യോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ. പ്രമാണവും പറയുന്നത് പോലെ കീഴടങ്ങിയിരിപ്പാനല്ലാതെ സംസാരിപ്പാൻ അവർക്ക് അനുവാദമില്ല. അവർ വല്ലതും പഠിപ്പാൻ ഇച്ഛിക്കുന്നു എങ്കിൽ വീട്ടിൽ വെച്ച് ഭർത്താക്കന്മാരോട് ചോദിച്ചു കൊള്ളട്ടെ. സ്ത്രീ സഭയിൽ സംസാരിക്കുന്നത് അനുചിതമല്ലോ. അങ്ങനല്ലേ എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സഹോദരിമാർ സഭയിൽ സംസാരിക്കരുതെന്നോ അന്യഭാഷ പറയരുതെന്നോ പ്രാർത്ഥിക്കരുതെന്നോ അല്ല അതിൻ്റെ അർത്ഥം. അതൊക്കെ ചെയ്യാനല്ല അനുവാദം കൊടുക്കുന്നില്ലേ? ഈ 2 കാര്യം എന്തിനാ ചെയ്യുന്നത്? എന്റെ പക്ഷേ പറഞ്ഞ 5 കാര്യം എന്തിനാ ചെയ്യുന്നത്? സ്ത്രീയുടെ തല പുരുഷനല്ലേ? അപ്പൊ അതുകൊണ്ട് ദൈവവചന അടിസ്ഥാനത്തിൽ നിങ്ങൾ നിൽക്കുക. ദൈവവചന അടിസ്ഥാനത്തിൽ ചെയ്യ്. എഫേസ്യർ 5:22 മുതൽ 32 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചോ. അവിടെ എഴുതിയിരിക്കുന്ന കാര്യമല്ല, സകലത്തിനും കീഴടങ്ങിയിരിക്കാനല്ലേ പറയുന്നത്. തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 2:8 മുതൽ 15 വരെയുള്ള ഭാഗങ്ങൾ വായിക്ക്. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3:1 മുതൽ 7 വരെയുള്ള ഭാഗങ്ങൾ വായിക്ക്.
എല്ലാവരും എടുക്കുന്ന പേപ്പയുടെ ഒരു കാര്യം മാത്രം എടുക്കുന്നത്. 1:6 തൊട്ട് അവിടെ വായിക്കുക. റോമർ 16 1 മുതൽ 6 വരെ വായിക്കുക. അവിടെ അക്കില്ലവനെയും പ്രിസ്കില്ലയും കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നിങ്ങളെടുത്ത് വെച്ച് വായിക്കേ. തിമത്യോസിന് എഴുതിയ 1 ലേഖനം 5 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്ക്. ഇവരെന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് അവിടെ എഴുതിയിരിക്കുന്ന ഒരു വേണ്ടി വേണമെങ്കിൽ വായിക്കാം. വിശുദ്ധന്മാരുടെ കാലുകളെ കഴുകണം, ഞെരുക്കമുള്ളവർക്ക് മുട്ടുതീർക്കുകയോ സൽപ്രവൃത്തിയും ചെയ്തു പോരുകയോ ചെയ്തു എങ്കിൽ ഈ കാര്യങ്ങൾക്ക് അവളെ തെരഞ്ഞെടുക്കാമെന്ന്. എന്ന് പറഞ്ഞാൽ സ്നാനപ്പെടുത്താൻ തിരഞ്ഞെടുക്കാന്നല്ല, കർത്തൃമേശ കൊടുക്കാൻ തിരഞ്ഞെടുക്കാന്നല്ല, പുരുഷന്റെ തലയെ കൈ വയ്ക്കാൻ തിരഞ്ഞെടുക്കാന്നല്ല, ഇതിനൊന്നും അല്ല. അപ്പോസ്തലപ്രവൃത്തി 18:26 വായിച്ചു നോക്ക്. അക്കില്ലാവും പ്രിസ്കില്ല എന്താ ചെയ്ത്? അപ്പോലോസിന്റെ പ്രസംഗം കേട്ടാറെ അവനെ ചേർത്ത് കൊണ്ടു ദൈവത്തിന്റെ മാർഗം അധികം സ്പഷ്ടമായി അവന് തെളിയിച്ചു കൊടുത്തു. പ്രിസ്കില്ല സ്നാനപ്പെടുത്തിയെന്ന വല്ല എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. ഒരു വചനം പഠിപ്പിച്ചു കൊടുത്തു, തെളിയിച്ചു കൊടുത്തു. റോമർ 16 3 മുതൽ 5 വരെ വായിച്ചു നോക്ക്. അക്കില്ലാവും പ്രിസ്കില്ലയും അവർ കൂട്ടുവേലക്കാരായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ അവർ എൻ്റെ പ്രാണന് വേണ്ടി കഴുത്ത് വെച്ച് കൊടുത്തെന്ന എഴുതിയിരിക്കുന്നത്. പ്രാണന് വേണ്ടി കഴുത്ത് വെച്ച് കൊടുത്തെന്ന്. അവർ സ്നാനപ്പെടുത്തിയെന്ന് പറയുന്നില്ല. ഫിലിപ്പിയർ 4:2-3 വാക്യം, കർത്താവിൽ ഏക ചിന്തയോടിരിപ്പാൻ ഞാൻ യുവതിയെയും സുന്ദുകയെയും പ്രബോധിപ്പിക്കുന്നു. സാക്ഷാൽ ഇളയാളിയായുള്ളവേ അവർക്ക് തുണ നിൽക്കണമെന്നും ഞാൻ നിന്നോടും അപേക്ഷിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായ എൻ്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. സുവിശേഷ ഘോഷണത്തിൽ പോരാടിയ അനേക സഹോദരിമാരെ തിരുവെഴുത്തിൽ കാണുന്നു. അപ്പോസ്തലന്മാരുടെ കൂടെ ഒരൊറ്റ വ്യക്തിയെങ്കിലും സ്നാനപ്പെടുത്തിയിട്ടുണ്ടോ? അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ദുർഘട പ്രവൃത്തികളാണോ ചെയ്യുന്നത്? തിരുവചനത്തിലില്ലാത്ത ഒരു കാര്യങ്ങളും ചെയ്യല്ലേ. ഇത്രേ പറയുന്നുള്ളൂ. സ്നാനപ്പെടുത്താനോ കർത്തൃമേശ ശുശ്രൂഷ ചെയ്യാനോ അപ്പോസ്തലന്മാർ ഇരുന്ന സ്റ്റേജിൽ കയറ്റിയതായിട്ടോ പുരുഷന്മാരുടെ തലയിൽ കൈവച്ചതായിട്ടോ അവർ അനുവദിച്ചിരുന്നില്ല. തിരുവചനത്തിൽ തെളിവുകളും കാണുന്നില്ല. ഒരു തെളിവുകളും കാണുന്നില്ല. സ്ത്രീകൾ പ്രവചിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. 11 കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 11 1 മുതൽ 16 വരെ വായിച്ചിട്ട് സുവിശേഷം പറയട്ടെ, ദൈവവചന അടിസ്ഥാനത്തിൽ ചെയ്യട്ടെ. ഇതിനൊന്നിനും എതിരല്ലല്ലോ ദൈവവചനം. ഇത് ആരാണ് ഇതിന് പുറകിൽ നിന്നുകൊണ്ട്? 2-3 അറിയാം. 3 മതിയല്ലോ 30 പ്രസവിക്കാൻ. 3000 പ്രസവിക്കാൻ ഈ 3 മതിയല്ലോ എൻ്റെ അറിവിൽ. കാരണം ഇതൊക്കെ ഒന്ന് കേട്ട് കഴിഞ്ഞാലുണ്ടല്ലോ പൂച്ച കരയുന്ന പോലെ ഇങ്ങാവെന്ന് പറഞ്ഞ് വെച്ചോണ്ടിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം യേശുക്രിസ്തുവിൻ്റെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം തെറ്റാണ്, അത് അവർ അങ്ങനെ ചെയ്യുന്നവർ കള്ളക്രിസ്തുക്കളാണെന്ന് പറഞ്ഞിട്ട് വലിയ വ്യൂസൊന്നുമില്ല. കാരണം കേട്ടിട്ട് നല്ലതായിരുന്നു പറയാനേ ആളുള്ളൂ. എന്ത് നല്ലത്? ആർക്ക് നല്ലത്? ഇന്ന് നല്ലതെന്ന് പറയും, നാളെ കൊള്ളത്തില്ലെന്ന് പറയും. ഇന്ന് ദേവനെന്ന് പറയും, നാളെ കൊലപാതകനെന്ന് പറയും. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തുകൂട്. വ്യൂസ് കൂട്ടാൻ പറയുന്നതല്ല. ഇതൊക്കെ ഇരുന്ന് ദൈവസന്നിധിയിലിരുന്ന് തിരുവെഴുത്തുകളെ ധ്യാനിക്കാതെ ഇതൊക്കെ എഴുതാൻ പറ്റുമോ? ഇത് അടിയിൽ അക്കൗണ്ട് നമ്പർ വല്ല എഴുതി വെക്കുന്നുണ്ടോ? ഇന്ന അക്കൗണ്ട് നമ്പറിലോട്ട് കാശ് ഇടണമെന്നല്ല ഇന്ന് വരെ എഴുതി വെച്ചിട്ടുണ്ടോ? ആരെങ്കിലും നല്ല മനസ്സോടെ തന്ന് ശുശ്രൂഷ ചെയ്യുമ്പോൾ വാങ്ങുന്നല്ലാതെ അടിയിൽ അക്കൗണ്ട് നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്, അതിലോട്ടൊന്ന് ഇട്ടേക്കണേന്ന് ആരോടെങ്കിലും പറയുന്നുണ്ടോ? അതുകൊണ്ടാണ് ഈ ഉള്ള കാര്യം തീർത്തങ്ങ് പറയുന്നത്. പക്ഷെ മറ്റുള്ളവരിലേക്ക് എത്തിക്കേ, കേട്ടിട്ട് മടക്കി വെക്കാതെ. 15 വർഷങ്ങൾക്ക് മുമ്പേ ചെന്നൈയിൽ സ്നാനപ്പെടുത്തിയ പേര് കേട്ട ഒരാളാ.
ഇവരൊക്കെ ഇത് കേട്ടാൽ ഇവർ മൂടി വെച്ച് കളയും. ഈ മുള്ള് പൊതിഞ്ഞ് ശർക്കര പൊതിഞ്ഞ് മുള്ളിനെ സെൻട്രലാക്കിക്കൊണ്ട് ചുറ്റിനും ശർക്കര പൊതിഞ്ഞ് കൊടുക്കും. അവസാനം എന്ത് ചെയ്യുന്നറിയാം? ഇതിനകത്ത് മുള്ളുള്ള കാര്യം ഇവരാരും അറിയുന്നില്ല. ഇവർ നക്കി അവസാനം നാക്ക് മുറിയുമ്പോഴേ നീയൊക്കെ പഠിക്കത്തുള്ളൂ. നോക്കിക്കോ, അന്നേരം നീയൊക്കെ പഠിക്കത്തുള്ളൂ. ക്രിസ്തുവിൽ ആണെന്നും പെണ്ണെന്നും ഇല്ലെന്ന് അന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നെ. എടാ മനുഷ്യൻ ഈ ദേശത്ത് പാർക്കുമ്പോൾ ആണെന്നും പെണ്ണെന്നും ഉണ്ട്. ഞാൻ വീണ്ടും എടുത്ത് പറയുക, അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നേക്കാൾ അറിവുള്ളവർ ഇത് കേൾക്കുന്നുണ്ട്. അവർ നിങ്ങൾ ചിന്തിച്ചോണ്ടാൽ മതി. എനിക്ക് പറയാൻ വേറെ വാക്കുകളുണ്ട്, പക്ഷേ ഞാൻ പറയത്തില്ല. മനസ്സിലായില്ലേ? റോമർ 8:1 ഒന്നെടുത്ത് വെച്ച് വിശദീകരിക്കുന്നു. ക്രിസ്തുയേശുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ലെന്ന്. അതിവിടെ ഇല്ലെന്ന്. ഇവിടെ ഉണ്ട്. ഈ ജഡത്തിൽ ശിക്ഷയുണ്ട്. മോളിൽ ചെല്ലുമ്പോൾ ശിക്ഷാവിധി ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെങ്കിലും മനസ്സിലാക്കിയില്ലേ? ഞാൻ ചോദിക്കട്ടെ, അപ്പോസ്തല പ്രവൃത്തി 21:7-14 വരെ, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി 21:7-14 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലൻ സുവിശേഷകനായ ഫിലിപ്പോസിന്റെ വീട്ടിൽ താമസിച്ചു. പ്രവചിക്കുന്നവരായ 4 പെൺമക്കളുണ്ടായിരുന്നു. അവർ കുറേ ദിവസം അവിടെ പാർത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ അവിടെ ഒരു ദൂത് അറിയിക്കാൻ ഈ 4 പെൺമക്കളും അവിടെ ആരും വന്ന് ദൂത് പറഞ്ഞില്ല അപ്പോസ്തലനായ പൗലോസിനോട്. പക്ഷെ യഹൂദയിൽ നിന്ന് അഗബോസ് എന്നൊരു പ്രവാചകൻ വന്നിട്ട് പ്രവചിക്കുകയാണ് ചെയ്തത്. പക്ഷെ തിരുവെഴുത്ത് സത്യമാ. പ്രവചിക്കുന്ന 4 പെൺമക്കളുണ്ടായിരുന്നു. എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യ്, ഇറങ്ങി സുവിശേഷം പറ. നല്ല കാര്യങ്ങൾ ചെയ്യത്തില്ല. കാരണം മിര്യാമിൻ്റെ ആത്മാവല്ലേ ഉള്ളത്. ഞാൻ എല്ലാവരെയും പറഞ്ഞില്ല. ഇത് കേട്ട് നല്ലതുപോലെ കേട്ടിട്ട് മറുപടി ഇട്ടാൽ മതി. ഈ ചൂണ്ടിക്കാണിച്ചു തരുന്ന തിരുവെഴുത്തുകളെ ഇരുന്ന് വായിച്ച് മനസ്സിലാക്കി അതെന്താണ് ഇങ്ങനെ പറഞ്ഞതെന്ന് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലാതെ തന്നെ ഇങ്ങോട്ട് കോർത്തിണക്കിക്കൊണ്ട് വരണ്ട. അതുകൊണ്ടായിരിക്കും യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടങ്ങളിൽ ഇതിനൊക്കെ ഇച്ചിരി ഒന്ന് പുറത്തിറങ്ങാൻ എന്തെങ്കിലും സ്വാതന്ത്ര്യം കിട്ടിയത്. ഒരു യഹൂദ റബിയുടെ പ്രാർത്ഥന എന്താണെന്നറിയാം? ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചത്. ഒന്ന്, യഹൂദ റബിമാർ സ്ത്രീകളെ പഠിപ്പിക്കത്തില്ലായിരുന്നു. 2, ഒരു യഹൂദ റബിയുടെ പ്രാർത്ഥനയിൽ, ദൈവമേ നീ എന്നെ ഒരു പുറംജാതിക്കാരനായിട്ടോ ഒരു കുഷ്ഠരോഗിയായിട്ടോ ഒരു സ്ത്രീയായിട്ടോ എന്നെ സൃഷ്ടിക്കാഞ്ഞതിൽ ഞാൻ അങ്ങയെ വാഴ്ത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നതെന്നാ. അവരങ്ങനെയാണ് അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. എത്രയോ നല്ല സഹോദരിമാർ എന്തെല്ലാം അവരവരെ ഏൽപ്പിച്ച ശുശ്രൂഷകളാണ് ചെയ്തിട്ടുള്ളത്. ഒരു 10-12 പേരെ വേണമെങ്കിൽ പരിചയപ്പെടുത്തി തരാം. അതിന് വായിക്കാൻ സമയമില്ലല്ലോ. ചുമ്മാ എന്തെങ്കിലും കിട്ടുന്നത് കൊണ്ട് ചാടി കുളത്തിലിറങ്ങിയല്ലേ മുക്കാൻ. ഒരു ദിവസം ദൈവം മുക്കും, അത് ഉറപ്പാ. കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ ഒരു ദിവസം കർത്താവ് ഇതിനെല്ലാത്തിനെയും മുക്കും. അവസാനം പൊങ്ങി വരാൻ കുറേ ദിവസം എടുക്കും. നമ്മുടെയൊക്കെ ഭാഷയെ പറഞ്ഞാൽ ഒന്നാമത്തെ സുവിശേഷ വേലക്കാരി സമരിയ സ്ത്രീ എന്നാ. അങ്ങനെയല്ല, അത് തെറ്റാത്. യഹൂദന്മാരോട് ഒന്നാമത് സുവിശേഷം അറിയിച്ചവൾ ആരാണെന്ന് ചോദിച്ചാൽ ആശേർ ഗോത്രത്തിൽ പനുവേലിൻ്റെ മകളായ അന്ന. ഹന്നയല്ല, മലയാളം ബൈബിളിൽ ഹന്ന എന്ന അന്ന എന്ന പ്രവാചകി യേശുക്രിസ്തുവിനെ വാഗ്ദത്ത മശിയെ കണ്ടതിനനുശേഷം ഈ വാഗ്ദത്ത മശിയെ കുറിച്ച് യഹൂദന്മാരോട് ആദ്യം സുവിശേഷം അറിയിച്ചത് ആശേർ ഗോത്രത്തിൽ പനുവേലിൻ്റെ മകള് അന്ന. രണ്ടാമതായിട്ട് യേശുക്രിസ്തു പറഞ്ഞു 5 ഉണ്ടായിരുന്നു, ഇപ്പോഴുള്ളത് നിന്റെ ഭർത്താവല്ല എന്ന് പറഞ്ഞ് ഇത് കേട്ട് ഉള്ളത് പറഞ്ഞ് ഒരു പ്രവാചകൻ നമ്മുടെ ഇടയിൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ്
അനേകരെ വിളിച്ചുകൊണ്ട് ക്രിസ്തുവിങ്കിലേക്ക് ആനയിച്ചു കൊണ്ടുവന്ന ഒരു സ്ത്രീയാണ് സമരിയ സ്ത്രീ. 4:29. പാലസ്തീനിൽ യോസഫിന് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയയെ ദൈവം തെരഞ്ഞെടുത്ത ഒരു മാനപാത്രമാണ്. ലൂക്കോസ് 1:26 മുതൽ 39 വരെയുള്ള ഭാഗങ്ങളിരുന്ന് വായിക്കുക. എലിസബത്ത് സക്കറിയാവ് മാതൃകാ കുടുംബമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1:6. പുനരുത്ഥാനം ഒന്നാമത് അറിയിച്ചവൾ സഹോദരിമാർ തന്നെയാണ്. മത്തായി 28:8. ഒടുവിൽ വരെ ക്രൂശിങ്കൽ നിന്നതും സ്ത്രീകളാണ്. മർക്കോസ് 15:37 മുതൽ 41 വരെ. ആദ്യമേ കല്ലറയ്ക്കൽ എത്തിയവരും അവർ തന്നെയാണ്, സ്ത്രീകൾ തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷം 20:1-2. അധികാലത്ത് ഇരുട്ടുള്ളപ്പോൾ അവർ കല്ലറയ്ക്കലെത്തി. യൂറോപ്പിൽ പ്രവേശിച്ച പ്രഥമ മിഷണറിമാരായ പൗലോസ് അപ്പോസ്തലനെയും ശീലാസിനെയും സ്വീകരിച്ചവൾ ലുദിയ. അപ്പോസ്തല പ്രവൃത്തി 16:13 മുതൽ 15 വരെയുള്ള ഭാഗങ്ങൾ. സമാഗമന കൂടാരം ഭംഗിയാക്കുന്നതിൽ സഹോദരിമാർ നല്ലതുപോലെ അധ്വാനിച്ചു. പുറപ്പാട് പുസ്തകം 35:22 മുതൽ 26 വരെയുള്ള ഭാഗങ്ങൾ. ദരിദ്രരോട് ദയ കാണിച്ചവൾ. സദൃശവാക്യം 31:20. അവളുടെ കൈ എളിയവർക്ക് തുറന്നു കൊടുത്തു. തബീത പരോപകാരിണിയായ സ്ത്രീ. അപ്പോസ്തല പ്രവൃത്തി 9:36. ബേഥാന്യയിലെ മറിയ എന്നും ഓർക്കപ്പെടുമെന്ന് യേശുക്രിസ്തു അരുളി ചെയ്തവൾ. ലൂക്കോസ് 10:42. മത്തായി 26:13. മിരിയാം ഉന്നത പദവി കാക്ഷിക്കുന്നവൾ. സംഖ്യാപുസ്തകം 12:1. മീക 6:4. പറയുന്നില്ല, ഞങ്ങൾ മുഖാന്തരം അരുളി ചെയ്തിട്ടില്ല, മോശ നിന്നോട് മാത്രമേ അരുളി ചെയ്തിട്ടുള്ളൂ എന്ന്. അത് തന്നെയാണ് ഇന്നത്തെ കാര്യം. നിങ്ങൾക്ക് മാത്രമേ സ്നാനപ്പെടുത്താവൂ. ഞങ്ങൾ മുഖ്യാലെന്ത്? ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരല്ലേ? തുല്യ പങ്കാളിത്തം കൊണ്ടുനടക്കും. ഉന്നത പദവി കാക്ഷിക്കുന്നവൾ മിരിയാം. എസ്തേറിനെ നോക്ക്. ദൈവജനത്തിൻ്റെ വിടുതലിന് വേണ്ടി, യഹൂദ ജനത്തിന് വേണ്ടി ഇടിവിൽ നിന്നവൾ. ജീവൻ മരണ പോരാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം രാജാവ് വിളിക്കാതെ രാജാവിൻ്റെ അരികെ, അഹശ്വേരോശ് രാജാവിൻ്റെ അരികെ ചെല്ലാൻ പറ്റത്തില്ല. ചെന്ന് കഴിഞ്ഞാൽ ചെങ്കോല് നീട്ടിയില്ലെങ്കിൽ മരണം ഉറപ്പാ. പക്ഷേ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, ഞാൻ 3 ദിവസം ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് ഞാൻ അങ്ങോട്ട് ചെല്ലും എന്ന് പറഞ്ഞ് യഹൂദ ജനത്തിനു വേണ്ടി ഇടിവിൽ നിന്നവൾ. ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി. ഇത്രയും കാര്യങ്ങളുണ്ട്. എന്നിട്ടും ഇതൊക്കെ ഇവരാരെങ്കിലും സ്നാനപ്പെടുത്തിയോ? തിരുവെഴുത്തുകളിൽ നിന്ന് ചൂണ്ടിക്കാണിച്ചല്ലോ. ഒത്തിരി സഹോദരിമാരുണ്ട്. ഹുൽദ പ്രവാചകനുണ്ട്, ന്യായപാലന നടത്തിയ ദെബോരയുണ്ട്, മിരിയാമുണ്ട്. മോശ മുഖാന്തരം സംസാരിക്കത്തുള്ളൂ, ഞങ്ങൾ കൂടെ സംസാരിക്കത്തില്ലേ? അതുകൊണ്ട് ശാപമൊന്നും മായ്ച്ചു വയ്ക്കാതെ ദൈവം തന്നിരിക്കുന്ന ശുശ്രൂഷകൾ വിശ്വസ്തയോടെ ചെയ്താട്ട്. ആദിമ നൂറ്റാണ്ടിലൊന്നും ഞാൻ കണ്ടിട്ടില്ല ലേഡീസ് മീറ്റിംഗ് ഉണ്ടായിരുന്നെന്ന്. കുടുംബമായിട്ട് പോകും, ചെന്നിരുന്ന് പ്രാർത്ഥിക്കും, വീട്ടിൽ വരും. അന്നത്തെ കാലഘട്ടം അല്ല വസ്ത്ര ഇന്നെന്ന് പറയാം. അത് ശരിയാ. അന്ന് പുരുഷന്മാർ ജോലി ചെയ്ത് കൊടുക്കുമായിരുന്നു ഭാര്യയ്ക്ക് തിന്നാൻ. ഇന്ന് ഭാര്യ ജോലി ചെയ്ത് കൊടുക്കണം. അപ്പം പിന്നെ അവൾ പറയുന്ന പോലെ കേൾക്കണ്ടേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ദൈവവചനത്തിൽ നിന്ന് നീക്കരുത്, ബാധ വരുത്തും, കൂട്ടരുത്, ബാധ വരുത്തും. ബൈബിളിൽ എഴുതിയിരിക്കുന്ന ബാധ മുഴുവനും വരുമെന്ന. ഏത് പ്രവാചകനെ വിളിച്ചാലും അവസാനം പോകത്തില്ല. അവസാനം പ്രവാചകൻ നിന്റെ കാശ് പഠിച്ചു മാറ്റിക്കൊണ്ടു പോകും. വെളിപ്പാട് 22:18-19 കാര്യമാണ് പറഞ്ഞത്, അല്ലാതെ ഞാൻ പറഞ്ഞതല്ല. വെളിപ്പാട് പുസ്തകം 22:10, 11, 12, 13 കൂടെ ചേർത്ത് വായിച്ചോ.
ഗലാത്യർ 1:8-9 വാക്യം കൂടെ വായിച്ചോ. സദൃശവാക്യം 30:5-6 വാക്യം കൂടെ വായിച്ചു. ഒരുപാട് വാക്യങ്ങളുണ്ട്. അങ്ങനെ എൻ്റെ അറിവിൽ ചെന്നൈയിൽ തുടങ്ങി, കേരളത്തിൽ തുടങ്ങി, ബാംഗ്ലൂരിൽ തുടങ്ങി, ഇങ്ങനെ നിൽക്കുക. അതുകൊണ്ട് നമുക്ക് ദൈവവചന അടിസ്ഥാനത്തിൽ പോകും. ഞാൻ തന്ന തിരുവെഴുത്തുകളെ മാത്രം വായിച്ചാൽ മതി. ഇതിനകത്ത് 21 ലേഖനങ്ങളിൽ ഇല്ലാത്ത കാര്യം, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയിൽ 28 അധ്യായങ്ങളിൽ ഇല്ലാത്ത കാര്യം, വെളിപ്പാട് പുസ്തകത്തിൽ ഇല്ലാത്ത കാര്യം, ഒരു സുവിശേഷത്തെ 4 പേര് എഴുതിയെങ്കിലും അതിനകത്ത് 4 പേര് എഴുതിയിട്ടും അതിനകത്ത് എഴുതാത്ത കാര്യം, തിരുവെഴുത്തുകളെ പുറകോട്ട് നോക്കിയാൽ ഇത്രയും സ്ത്രീകളെ കുറിച്ച് പറഞ്ഞു. ഇവര് ആരും, മോവാബിയ സ്ത്രീയായ രൂത്ത് വന്നു ബത്ലഹേമിൽ, അതിലും 10 യഹൂദ സ്ത്രീകളെ പിടിച്ചു മുക്കിയില്ല, ഒന്നും ചെയ്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നെ? ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നെ? അധികാരം തന്നവരെ എനിക്കൊന്ന് പറഞ്ഞു, അവരോട് ഞാൻ സംസാരിച്ചോളാം. എന്തായാലും ഓരോരുത്തന്മാര് ചീത്തവിളിയുടെ പൂരം തന്നുകൊണ്ടിരിക്കുക, അതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എബ്രായർ 13:13 പറയുന്നത് പോലെ ദൈവത്തിനെ നിന്ന് ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്തേക്ക് പോയി ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് ചെല്ലാൻ. എബ്രായർ 13:13 പറയുന്നത് നിന്ന ചുമന്നുകൊണ്ട് കിടക്കാനാണ് കർത്താവ് പറയുന്നത്. അത് ഒരു കുഴപ്പമില്ല. അപ്പോൾ ലേഖനങ്ങളിൽ 21 ഇല്ലാത്തത്, വെളിപ്പാട് പുസ്തകത്തിൽ ഇല്ലാത്തത്, ഒരു സുവിശേഷത്തെ 4 പേര് എഴുതിയിട്ട് അതിനകത്ത് ഇല്ലാത്ത കാര്യം, തിരുവെഴുത്തുകൾ പുറകോട്ട് തിരിഞ്ഞ് 39 പുസ്തകങ്ങളിൽ ഇല്ലാത്ത കാര്യം, നിങ്ങൾക്കാര് ഈ അനുവാദം തന്നു? നിങ്ങൾ ലേഡീസ് മീറ്റിംഗ് നടത്തുവോ? ഞാൻ ലേഡീസ് മീറ്റിങ്ങിനൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. ബാംഗ്ലൂർ IPCയിലൊക്കെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അവര് പ്രാർത്ഥിക്കും, അവര് പോകും. അവരാരും മുക്കി പൊക്കാനൊന്നും പോയിട്ടില്ല. അവരാര് ഉണ്ടെങ്കിൽ ഞാൻ അന്നേരം കണ്ടിക്കും. നീ ആരായാലും ശരി, നീ ചെയ്തത് തെറ്റാന്ന് തന്നെ പറയും. അപ്പൊ ചോദിക്കും, ഇപ്പൊ എന്താ ഈ 3 പേരെ കുറിച്ച് പറയാത്തത്? ഇത് പബ്ലിക് അല്ലേ? എന്നോട് പലരും പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇത് വീഡിയോ ഇടുന്നത്. നമുക്ക് 60,000 പേരൊന്നുമില്ല ബാക്ക് സപ്പോർട്ട്. 10 പേര് പറഞ്ഞു. ഈ സഹോദരിമാർ മുക്കിപ്പൊക്കാൻ ഏത് വചനാടിസ്ഥാനത്തിലാണ് ഒരു മെസ്സേജ് ഇടുമോ എന്ന് ചോദിച്ചത് കൊണ്ടാ ഞാൻ തന്ന ഇത്രയും വചനം മതി. റോമർ 16-ാം അധ്യായം പഠിക്കുക. ഒരൊറ്റ സഹോദരിമാര് ഈ ലേഖനങ്ങളൊക്കെ വായിച്ചിട്ട് കാണുന്നില്ല. ഒന്നാമത്തെ പ്രാർത്ഥന സംഗമത്തിൽ പങ്കെടുത്ത മറിയ, യേശുക്രിസ്തുവിന്റെ അമ്മ എന്ന നാമവിശേഷം പറയുന്ന മറിയ, അവരല്ലേ ലേഡീസ് മീറ്റിങ്ങിന്റെ ഒന്നാമത്തെ ഇത് നടത്തേണ്ടത്. അവരുടെ കാര്യം പിന്നത്തിൽ പറയുന്നേ ഇല്ല. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, അവരെന്ത് ചെയ്തെന്ന് പിന്നെ പറയുന്നില്ല. അവര് കർത്താവ് ഇതുപോലെ കർത്താവിൻ്റെ വേല ചെയ്തു കാണും, അവർ മരിച്ചു കാണും, സഹോദരങ്ങൾ അടക്കി കാണും. അവർക്ക് കർത്താവ് വരുമ്പോൾ അവർ കർത്താവിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുക. അത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇനി എന്ത് ചെയ്യരുത്, ചെയ്യല്ലേ. അല്ലെങ്കിൽ നിങ്ങൾ പറ, ഇന്ന വചന ഇന്നാരാണെന്ന് പറ. സഹോദരിമാർ പറ, ഈ മുക്കുന്ന സഹോദരിമാർ പറ. കേരളത്തിലെ ഒരു വലിയ പുള്ളിക്കാരത്തി ഉണ്ടല്ലോ, അവർ പറയട്ടെ. പറയട്ടെ. ബാംഗ്ലൂർ ഒരു വലിയ പുള്ളി ഉണ്ടല്ലോ, ഡൽഹിയിൽ ഒരു വലിയ പുള്ളി ഉണ്ടല്ലോ, പറയട്ടെ. ഡൽഹിയിലുള്ള സഹോദരൻ ഇത് എന്നോട് പറഞ്ഞല്ലോ, ഇതിനെക്കുറിച്ച് ഇടണമെന്ന്. നിങ്ങളൊക്കെ അടുത്ത തലയൊക്കെ വച്ചിരിക്കുന്ന ഒരു പുള്ളി തന്നെ പറയുന്നുണ്ട്.
ഓർഡിനേഷനെ കൊടുത്ത് എൻ്റെ കൂടെ നിന്ന് കുറെ സുവിശേഷം അറിയിച്ചുകൊണ്ട് സഹോദരിമാരെ എല്ലാത്തിനും പൊക്കിയെടുത്തോണ്ട് പോയി ഓർഡിനേഷൻ കൊടുത്തത്. അവസാനം അവരുടെ കഷ്ടപ്പാടിൽ ഇയാളില്ലായിരുന്നു, ഓർഡിനേഷൻ കൊടുത്ത പുള്ളിയില്ലായിരുന്നു. അവസാനം പാവപ്പെട്ടനെ ഉള്ളായിരുന്നു, ഞങ്ങളെ ഉള്ളായിരുന്നു, കുടുംബമായിട്ട് പോയി പ്രാർത്ഥിക്കാൻ ഞങ്ങളെ ഉള്ളായിരുന്നു. എല്ലാവരും കൈവിട്ടു. അവസാനം ദൈവശാപം, ദൈവകോപം. അതുകൊണ്ട് ദൈവം തന്നിരിക്കുന്ന ശുശ്രൂഷകൾ ചെയ്. ഒന്ന്, നിങ്ങളുടെ മൂട് പടവിട്ട് പ്രവചിക്ക്. കൊരിന്ത്യർ 14 14 പഠിച്ച് പ്രവചിക്ക്. ഞങ്ങൾ മിണ്ടാതിരിക്കാനൊന്നും പറയത്തില്ല. നിങ്ങൾ പ്രവചിക്ക്. ഈ തന്ന വചനങ്ങളെല്ലാം വായിച്ച് പ്രാർത്ഥിക്ക്. അല്ലെങ്കിൽ നിങ്ങൾ പറ, ഇന്ന വചനമുണ്ടല്ലോ എന്ന് പറ. ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? അതുകൊണ്ട് ഞാൻ ഇത്രയും ചെയ്യിപ്പിക്കത്തില്ല. ആര് ചെയ്യിപ്പിച്ചോ ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യിപ്പിക്കത്തില്ല. ഒന്ന്, സ്നാനപ്പെടുത്താൻ സമ്മതിക്കത്തില്ല. 2, കർത്തൃമേശ കൊടുക്കാൻ സമ്മതിക്കത്തില്ല. ഇരിക്കുന്നിടത്ത് കൊണ്ടുവരും, വേണമെങ്കിൽ സന്നത്താൻ ശോധന ചെയ്തിട്ട് എടുത്തോണം, അല്ലാതെ കൊണ്ടു കൊടുക്കാനും പാത്രത്തെ തൊടാനും സമ്മതിക്കില്ല. 3, പുരുഷന്റെ തലയെ കൈവയ്ച്ച് പ്രവചിക്കാൻ സമ്മതിക്കത്തില്ല. പുരുഷന്റെ തലയെ കൈവയ്ക്കാൻ സമ്മതിക്കത്തില്ല. സ്റ്റേജേ കയറ്റത്തില്ല. ഇത്രയും കാര്യങ്ങൾ ചെയ്തില്ല. മൂട് തലയിൽ തുണിയിട്ട് പ്രവചിച്ചു, പ്രാർത്ഥിച്ചു, സുവിശേഷം അറിയിച്ചു, സ്റ്റേജിൻ്റെ താഴെ എന്നുകൊണ്ട് പറഞ്ഞാൽ മതി. ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ സംഘടനാ നേതാക്കന്മാരെന്ത് ചെയ്യുന്നറിയോ? എൻ്റെ നേരെ ചാടും. എനിക്ക് ഞാൻ ആരുടെ അടിമയൊന്നും അല്ലാത്തതുകൊണ്ട്, ഒരു ഘടനയുടെ അടിമയല്ലാത്തത് കൊണ്ട് എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഇവർക്ക് അയ്യോ സ്റ്റേജെ കയറ്റി നിർത്തിയില്ലെങ്കിൽ താഴോട്ട് നിർത്തിയാൽ എന്താ കുഴപ്പം? അതിന് മുകളിലിരിക്കുന്ന ബിരുദന്മാരല്ലേ. സ്റ്റേജെ കയറ്റി നിർത്തണ്ട. അങ്ങനെയുള്ള ദൈവദാസന്മാരും ഉണ്ട്. എനിക്ക് ഒരുപാട് പേരെ അറിയാം. ഇനി എത്രയോ സഹോദരിമാരെ എനിക്കറിയാം. സ്റ്റേജെ കയറാൻ പറഞ്ഞ പോലെ ഒരു കാര്യത്തിൽ അവർ താഴെ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ ദൈവം കൊടുത്ത കൃപയാ, പരിജ്ഞാനമാ. ഞാൻ അന്നേരമൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ആത്മനിറവ് പ്രാപിക്കാത്തതിനൊക്കെ സ്റ്റേജിൽ കയറ്റി നിർത്തി. ന്യായമേൽ ശുശ്രൂഷിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞതും കൃപാവരമുള്ളവരൊക്കെ ആയിരിക്കണം, നല്ല സാക്ഷ്യമുള്ളതൊക്കെ ആയിരിക്കണം. അതുകൊണ്ട് ഈ തന്ന തിരുവെഴുത്തുകളെ വായിക്ക്, പ്രാർത്ഥിക്ക്, ദൈവം അനുഗ്രഹിക്കട്ടെ. ഇല്ലെങ്കിൽ നിങ്ങൾ തെളിയിച്ചോണ്ട് ഒരുപാട് സഹോദരിമാർ അവരവരെ ഏൽപ്പിച്ച ദൗത്യങ്ങളല്ലേ ഞാൻ ഇത്രയും സഹോദരിമാരെ പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. കർത്താവ് പറഞ്ഞതുപോലെ പറഞ്ഞു, വചനം പറഞ്ഞതുപോലെ പറഞ്ഞു തന്നു. ഇവരാരും സ്നാനപ്പെടുത്തിയിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് ആരാധികാരം തന്നു? കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അവിടെ നൽകി തന്ന തിരുവെഴുത്തുകളെ ചൂണ്ടിക്കാണിക്കുവാൻ ദൈവം കൃപ ചെയ്തു, നന്ദി പറയുന്നു. ഇത് അനേകരുടെ ജീവിതത്തിൽ വിടുതലിനും ആശ്വാസത്തിനും കാരണമായി തീരുവാൻ ദൈവം ഇടയാക്കണം. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സ്ത്രീ ചെയ്യേണ്ട ശുശ്രൂഷകൾ എന്താണെന്ന് തിരുവെഴുത്തുകളിൽ ചൂണ്ടിക്കാണിക്കുവാൻ ദൈവം തന്ന കൃപയ്ക്കായി നന്ദി. അടിയനെ കുടുംബമായി 3 കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. ആർക്കും ഇതൊരു ശാപത്തിന് കാരണമായി തീരാതെ ദൈവവചനം അനുഷ്ഠിച്ച് ദൈവവചനത്തിൽ കൂടെ മുന്നേറുവാൻ ദൈവം ഇടയാക്കണം. അതോടൊപ്പം കർത്താവെ, ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രധാനമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രസിഡന്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വക്കീലന്മാർക്കായി, ജഡ്ജിമാർക്കായി പ്രാർത്ഥിക്കുന്നു. പോലീസ് അധികാരികൾക്കായി പ്രാർത്ഥിക്കുന്നു. നീതി ന്യായം നടത്തുവാൻ ദൈവം ഇടയാക്കണം. അനീതി നടത്തുവാൻ ഇടയാക്കരുത്. കർത്താവെ, എല്ലാവർക്കും ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സമാധാന സന്തോഷം കൊടുക്കണം. 29 സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. നീതി ന്യായം നടക്കട്ടെ. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്.
രോഗികളായി കിടക്കുന്നവർ, ലോകമെമ്പാട് കർത്തൃവയിൽ അധ്വാനിക്കുന്ന ദൈവഭൃത്യന്മാർ, കുടുംബാംഗങ്ങൾ, കുഞ്ഞുകുട്ടികൾ എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ജയിലിൽ കഴിയുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം കൂടിയിരിക്കണമേ. ഞങ്ങളുടെ ചെറിയ പ്രാർത്ഥനയ്ക്കൊരു മറുപടി സ്വർഗത്തിലെ ദൈവം, കാരാഗ്രഹത്തിൽ നിന്ന് പത്രോസിനെ വിടുവിച്ച ദൈവം അവരെയും വിടുവിക്കണം. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കട്ട സഹിക്കുന്നു എങ്കിലും കർത്താവ് തന്നെ ഇറങ്ങി ദൂതന്മാരെ ഇറക്കി അവരെ വിടുവിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം, ദുഷ്ടനും നീതിമാനും തമ്മിലുള്ള വ്യത്യാസം ഈ നാളുകൾ കാണുവാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. തിരുവഴുത്തിൽ കൂടെ ഇത്രത്തോളം കാര്യങ്ങൾ പറയുവാൻ ദൈവം സഹായിച്ചു. നന്ദി പറയുന്നു. എല്ലാം മഹത്വം നിന്ന് എടുക്കണമേ. രോഗികളായി കിടക്കുന്നവർ, കർത്താവ് വിവിധ ഇടങ്ങളിൽ ശുശ്രൂഷിക്കുന്നവർ, കുടുംബാംഗങ്ങൾ, കുഞ്ഞുകുട്ടികൾ, വിവാഹം കഴിച്ചയക്കുവാൻ നിവൃത്തിയില്ലാത്തവർ, കുഞ്ഞുങ്ങൾക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കുവാൻ കഴിയാതെ ഇരിക്കുന്നവർ, കർത്താവ് അനേകരുണ്ട്. അവരെ പഠിപ്പിക്കുവാൻ കഴിയാതിരിക്കുന്നവരുണ്ട്. അവരെല്ലാം ദൈവം കരുണ കാണിക്കണം, മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടുള്ള നന്ദി പറയുന്നു. മുഴുമഹത്വം നിന്ന് എടുക്കണമേ. എല്ലാ മഹത്വവും പുകഴ്ചയെല്ലാം അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൻ്റെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു ഓൾ അബണ്ടൻലി. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.